വില്ലേജ് സ്റ്റോറീസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടപ്പുറം ശ്രീ കുന്നംതൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മണ്ണാർക്കാട് ഒറ്റപ്പാലം റോഡിൽ കോട്ടപ്പുറത്തിന് സമീപമുള്ള 16 മൈൽ എന്ന ബസ് സ്റ്റോപ്പിൽ നിന്നും ചീരക്കുഴിക്കുള്ള റോഡ് വഴി ഏകദേശം 1 കിലോമീറ്റർ യാത്ര ചെയ്താൽ റോഡിൻ്റെ വലത് ഭാഗത്തായിട്ട് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് കാണാവുന്നതാണ്. പുത്തുവത്തുമലയുടെ താഴ്വരയിൽ മനോഹരമായ ഒരു ക്ഷേത്രക്കുളത്തിന് സമീപമായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വളരെ അപൂർവമായി കാണുന്ന ഇരു കൈകളിലും വെണ്ണയേന്തിയ ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹമാണ് ഇവിടുത്തേത്. സന്താന സൗഭാഗ്യത്തിനും കുട്ടികളുടെ ക്ഷേമത്തിനും മംഗല്യ ഭാഗ്യത്തിനുമൊക്കെയായി നിരവധി ആളുകളാണ് ഇവിടെ ദർശനത്തിനായി എത്തിച്ചേരുന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ ഇവിടെ വരികയാണെങ്കിൽ പൂത്തെറിഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന പൂക്കളുടെ ഇടയിൽ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ക്ഷേത്രം സമ്മാനിക്കുക. ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ട് മലയിൽ ഭഗവതിയുടെ പ്രതിഷ്ഠ കാണാം. പുത്തുവത്ത് മലയുടെ മുകളിലുള്ള മലയിൽ ഭഗവതിയുടെ വളരെ പുരാതനമായ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച പ്രത്യേക പൂജകൾ നടന്നു വരുന്നു. അന്ന് നടക്കുന്ന മലകയറ്റവും വളരെ പ്രശസ്തമാണ്. നിരവധി ഭക്തജനങ്ങളാണ് മല കയറുവാനും മലയിൽ ഭഗവതിയുടെ പൂജ കാണുന്നതിനുമായി ഇവിടെ എത്തിച്ചേരുന്നത്. ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ദമ്പതി രക്ഷസിൻ്റെ പ്രതിഷ്ഠ കാണാം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രം ജീർണാവസ്ഥയിലായിരുന്നു. 1995 ബ്രഹ്മശ്രീ കാട്ടുമാടം നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഭക്തജനങ്ങളുടെ സഹായ സഹകരണത്തോടെ ഇവിടെ നിത്യപൂജ ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രിയുടെ നിർദ്ദേശാനുസരണം നടത്തിയ ദേവപ്രശ്നത്തിൽ അത്യുജ്വലമായ ദേവചൈതന്യം ഇവിടെ ഉണ്ടെന്ന് തെളിയുകയും കൂടാതെ കേടുപാടുകളുള്ള പ്രധാന വിഗ്രഹം മാറ്റി പുനഃപ്രതിഷ്ഠ നടത്തണമെന്നും തെളിഞ്ഞു. അതുപ്രകാരം ഇവിടെ 2008 പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും നടന്നു. മേടമാസത്തിലെ രോഹിണി ദിവസമാണ് ഇവിടെ പുനഃപ്രതിഷ്ഠ നടന്നത്. അതുപ്രകാരം എല്ലാ വർഷവും മേടമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ ഇവിടെ പൂജാതി കർമ്മങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള പ്രതിഷ്ഠാദിന ആഘോഷവും പ്രസാദകൂട്ടും മറ്റ് കലാപരിപാടികളൊക്കെ നടന്നു വരുന്നു. കൂടാതെ എല്ലാ 30 വ്യാഴാഴ്ചകളിലും ഇവിടെ ഭജനയും അന്നദാനവും നടന്നു വരുന്നു. ബ്രഹ്മശ്രീ ഈക്കാട്ടുമനയ്ക്കൽ നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഇപ്പോഴത്തെ ക്ഷേത്രം തന്ത്രി. കൂടാതെ രാമായണ മാസാചരണം, നിറപുത്തരി, മഹാനവമി, വിജയദശമി ആഘോഷം, വിദ്യാരംഭം, മണ്ഡലകാല വിശേഷാൽ പൂജകൾ, ഗുരുവായൂർ ഏകാദശി എന്നിവയും ഇവിടെ നടന്നു വരുന്നു. എല്ലാ വർഷവും വിഷു ദിവസം ഇവിടെ വിഷുക്കണി ദർശനവും കൂടാതെ ക്ഷേത്രത്തിലെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും കൈനീട്ടം നൽകുന്ന ഒരു ചടങ്ങും വർഷങ്ങളായി നടന്നു വരുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ചുറ്റമ്പലത്തിന് 4 ഭാഗത്തേക്കും കവാടങ്ങളുണ്ട്. കിഴക്ക് ഭാഗത്തുള്ള പ്രധാന കവാടം വഴിയാണ് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഉപദേവ പ്രതിഷ്ഠകളായ അയ്യപ്പനെയും ഗണപതിയെയും നമുക്ക് കാണാം. അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു കിണർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലായി നമുക്ക് കാണാൻ സാധിക്കും.
ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണ വിഗ്രഹമായതുകൊണ്ട് തന്നെ വെണ്ണക്കുടങ്ങളും അതുപോലെ സന്താന സൗഭാഗ്യം ലഭിക്കുമ്പോൾ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന തൊട്ടിലുകളും ഒക്കെ നമുക്കിവിടെ കാണാം. ക്ഷേത്രത്തിലെ അഗ്രശാലയാണ് ഈ കാണുന്നത്. പ്രതിഷ്ഠാദിനത്തിനും അതുപോലെ കല്യാണം ഒക്കെ നടക്കുമ്പോഴും സദ്യ നടക്കുന്നത് ഈ ഹാളിലാണ്. ഈ വർഷത്തെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചില പരിപാടികൾ നമുക്കൊന്ന് കാണാം. പ്രതിഷ്ഠാദിനത്തിൻ്റെ തലേദിവസമാണ് കലാപരിപാടികൾ നടന്നത്. പ്രതിഷ്ഠാദിനത്തിന് നടന്ന പ്രസാദകൂട്ടിലെ കാഴ്ചകളാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്